ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റീവ്സ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 7 ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹെയറിൽ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് 2 സൈഡിലേക്ക് ഒന്ന് പാർട്ടീഷനായിട്ട് ഇടുക. അതിനുശേഷം കൈ കൊണ്ടോ കോമ്പ് കൊണ്ടോ നമ്മുടെ ഹെയറിലെ ഉടക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് വലയമാണ്. ബട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് മസാജർ ഉണ്ടെങ്കിൽ ആ സ്കാൽപ്പ് മസാജർ വെച്ചിട്ട് സ്കാൽപ്പിന് നല്ലൊരു ജെൻറ്റിൽ മസാജ് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്താലും മതി. ഇങ്ങനെ മസാജ് ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് സ്റ്റിമുലേറ്റ് ആകുകയും നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല രീതിക്കൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ പാക്ക് എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിന് വേണ്ടുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് കേട്ടോ. ചെമ്പരത്തിയുടെ ഇലയല്ല ഞാൻ എടുത്തത്, പൂവാണ്. ഏത് ടൈപ്പ് ചെമ്പരത്തി ആയാലും മതി. അതിനുശേഷം ഒരു സവാളയുടെ പകുതി, ഒരു മീഡിയം സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. 2 ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മുടെ പാക്കിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തിളപ്പിച്ച തേയില വെള്ളം, നല്ല രീതിക്ക് വെട്ടി തിളച്ച തേയില വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ നന്നായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിച്ചിയിട്ട് വേണം ജാറിലേക്ക് ഇടാനായിട്ട്. അതിനുശേഷം നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ നല്ല കട്ടിയുള്ള തേയില വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ കൊച്ചുള്ളി ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സവാള ആയാലും കൊച്ചുള്ളി ആയാലും ഇതിൻ്റെ നീര് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഐറ്റമാണ് കേട്ടോ. ഹെയറിന് നല്ല ലെങ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പാക്കിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പാക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഞാൻ എൻ്റെ പിരികത്തൊന്ന് അപ്ലൈ ആക്കുന്നുണ്ട്. ഇങ്ങനത്തെ പാക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി നീര് നമ്മൾ വെറുതെയൊക്കെ പിരികത്ത് അപ്ലൈ ആക്കുമ്പോൾ നമ്മുടെ പിരികത്തിന് കട്ടി കൂടാനായിട്ട് സഹായിക്കുക. അതായത് കുഞ്ഞു കുഞ്ഞു പിരികത്തിലെ രോമങ്ങൾ കിളിച്ചു വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ എൻ്റെ പിരികത്തിനിടയ്ക്ക് കുറച്ച് വിള്ളലുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു പാക്ക് പിരികത്തേക്ക് അപ്ലൈ ആക്കിയത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചേച്ചിയാണ് പറഞ്ഞു തന്നത്, ഇതുപോലെ പിരികത്തിൽ നമ്മൾ ഉള്ളിനീര് അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പിരികം വളരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഹെയർ പാക്ക് ഞാൻ എൻ്റെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഹെയറിൻ്റെ ലെങ്ത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സ്പെഷ്യലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പാക്കാണിത് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഹെയറിലെ ഡാൻഡ്രഫ് പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തേയില വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഉള്ളിനീര് നമുക്കൊന്ന് അത്യാവശ്യം ഡൈല്യൂട്ട് ആക്കാനായിട്ടുള്ളൊരിതുണ്ട്. എങ്കിലും ഞാൻ പിരികത്തിൻ്റെ മുകളിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് എൻ്റെ കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഫൈനലി നമുക്കൊരു ഹെയർ ക്യാപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.